പുതിയൊരു വർഷം തുടങ്ങുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഈ പുതുവർഷത്തിൽ തന്നെയാണ് 2025 ഇൻകം ടാക്സ് ആക്ട് നിലവിൽ വരുന്നത്. ഇൻകം ടാക്സ് ആക്ട് 2025 എന്നാണെങ്കിലും അത് അപ്ലിക്കബിൾ ആവുന്നത് ഏപ്രിൽ 1, 2026 തൊട്ടിട്ടാണ്. ഇൻകം ടാക്സിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയ ആണ് അസസ്മെന്റ് ഇയറും പ്രീവിയസ് ഇയറും. ഒരു പുതിയൊരു ഫിനാൻസ് ആക്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ അപ്ലിക്കബിലിറ്റി നോക്കുമ്പോൾ അസസ്മെന്റ് ഇയർ തൊട്ടിട്ടാണ് അപ്ലിക്കബിൾ ആവുക, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ തൊട്ടിട്ടാണ് അപ്ലിക്കബിൾ ആവുക, അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ കൺഫ്യൂഷൻ എല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 വന്നപ്പോ ആ വേർഡ് ഒന്ന് മാറ്റി പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും ഇൻകം ടാക്സ് ആക്ടിൽ ഇല്ല. പുതിയ ഇൻകം ടാക്സ് ആക്ടിൽ ടാക്സ് ഇയർ എന്നുള്ള ടേമാണ് ഉപയോഗിച്ചുള്ളത്. ടാക്സ് ഇയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 1 തൊട്ട് തുടങ്ങുന്ന ഫിനാൻഷ്യൽ ഇയർ തന്നെയാണ്. നിങ്ങൾക്ക് പിന്നെ ഒരു സംശയം ഉണ്ടാവാം, ഇപ്പോൾ 25-26 ഫിനാൻഷ്യൽ ഇയർ ഇപ്പൊ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുന്നത് അടുത്ത ജൂലൈ 2026 മുമ്പായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യാൻ പോകുമ്പോൾ ഏത് ഇൻകം ടാക്സ് ആക്ട് ആണ് നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്? അത് ഇൻകം ടാക്സ് ആക്ട് 1961 തന്നെയാണ് 25-26 ഫിനാൻഷ്യൽ ഇയറിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. പുതിയ ഇൻകം ടാക്സ് ആക്ട് 2025 അപ്ലിക്കബിൾ ആവുന്നത് ഏപ്രിൽ 1, 2026 തൊട്ടിട്ടാണ്. അപ്പൊ 26-27 ഫിനാൻഷ്യൽ ഇയറിന്റെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇയറും അസസ്മെന്റ് ഇയറും കൺഫ്യൂസ് ചെയ്യാതെ ടാക്സ് ഇയറിലാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുക.